ഹായ് ഗൈസ്, നമ്മുടെ സ്കൂൾ എക്സാമിനേഷനുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. +2 എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ്, മാത്തമാറ്റിക്സിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് +2 2 ചാപ്റ്ററുകൾ റിലേഷൻസ് ഫംഗ്ഷൻസും അതുപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ എക്സാമിനേഷന് പ്രധാനപ്പെട്ടതായി വരാൻ ചാൻസ് ഉള്ള 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനുകളാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങൾക്ക് പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും അടുത്ത എക്സാമിനേഷൻ വരാൻ പോകുന്ന ഒരു 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്കിലും കുറഞ്ഞത് മാക്സിമം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ മിനിറ്റുകൾ വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കും. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കൂട്ടത്തിൽ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനിയുമുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് സെറ്റ് റിലേഷൻ ഫംഗ്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A is equal to set 1 2 3, R is equal to set 1 1 1 2 2 2 2 1 3 3. ഇതിന്റെ ടൈപ്പ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. ഇത് ഏത് ടൈപ്പിലുള്ള റിലേഷൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്ന സെറ്റിൽ 1 ഉണ്ടെങ്കിൽ റിലേഷനിൽ 1 1 ഉണ്ട്, എയിൽ 2 ഉണ്ട്, റിലേഷനിൽ 2 2 ഉണ്ട്, എയിൽ 3 ഉണ്ട്, റിലേഷനിൽ 3 3 ഉണ്ടെങ്കിൽ ആ റിലേഷനെ നമ്മൾ റിഫ്ലക്സീവ് എന്നാണ് പറയുന്നത്. ഇതൊരു റിഫ്ലക്സീവ് റിലേഷൻ ആണ്. റിലേഷനിൽ 1 2 എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ട്, അതേ സമയത്ത് തന്നെ 2 1 എന്ന് പറയുന്ന മെമ്പറും ഉണ്ട്. 1 2 ഉണ്ട്, 2 1 ഉണ്ട്. പിന്നെ ഇതെല്ലാം തിരിച്ചിട്ടുള്ളത് 1 1 തിരിച്ചാൽ 1 1 തന്നെ, 2 2 തിരിച്ചാൽ 2 2 തന്നെ, 3 3 തിരിച്ചാൽ 3 3 തന്നെ. അങ്ങനെയുള്ള റിലേഷൻ തിരിച്ചുള്ളതിനെ നമ്മൾ സിമെട്രിക് എന്ന് പറയും. സിമെട്രിക്. അതുപോലെ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, തിരിച്ചുള്ളത് കൊണ്ട്. 1 2 എന്ന് പറയുന്ന മെമ്പർ എടുത്തു, 2 കണക്ട് ചെയ്തുകൊണ്ട് ഈ 2 ഉള്ളത് ഇവിടെ എഴുതണം, ഈ 2 ഇവിടെ എഴുതണം. 2 സ്റ്റാർട്ട് ചെയ്യുന്ന 2 2 ഉണ്ട്, 2 1 ഉണ്ട്. നമുക്കിപ്പോ 2 1 എഴുതാം. അപ്പൊ 1 2 2 1 റിലേഷനിലുണ്ട്. ആ സാഹചര്യത്തിൽ ഈ ആദ്യത്തേതും അവസാനത്തേതും 1 1 ബിലോങ്സ് ടു റിലേഷൻ. 1 1 റിലേഷനിലുണ്ട്. 1 2 2 1 ഉള്ളപ്പോൾ ഈ ആദ്യത്തേതും അവസാനത്തേതും ചേരുന്നത് റിലേഷനിലുണ്ടെങ്കിൽ, അതുപോലെ 1 2 ഒരെണ്ണം കൂടെ നോക്കാം. 1 2 2 2 ബിലോങ്സ് ടു ആർ. ആ കേസിൽ വരുന്നത് 1 ലാസ്റ്റ് 2 1 2 ബിലോങ്സ് ടു ആർ. AB BC ഉള്ളപ്പോൾ അതാണ് ട്രാൻസിറ്റീവ്. AB BC ഉള്ളപ്പോൾ റിലേഷനിൽ ഉള്ളപ്പോൾ AC ഉണ്ടാവണം. ഇവിടെ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ട്രാൻസിറ്റീവ് ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണെങ്കിൽ അത് ഒരു ഈക്വിവാലൻസ് റിലേഷൻ ആയിരിക്കും. ഈക്വിവാലൻസ് റിലേഷൻ. ക്വസ്റ്റ്യൻ: f from n to n f of x is equal to function x plus codomain. n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ്. 1 2 3 4 5 6. ഇതിന്റെ എളുപ്പമാർഗമാണ് പറയുന്നത്. ആരോ ഡയഗ്രത്തിലൂടെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. എക്സ് ഓഡ് ആണെങ്കിൽ ഓഡ് നമ്പറിന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യും. അപ്പൊ ഇതൊരു ഓഡ് നമ്പർ ആണ്, 1 ആഡ് ചെയ്യുന്നു. ഇതൊരു ഓഡ് നമ്പർ ആണ്, 1 ആഡ് ചെയ്താൽ ഇമേജ് 4. ഇതൊരു ഓഡ് നമ്പർ ആണ്, 1 ആഡ് ചെയ്താൽ 6. അടുത്തൊരു ഓഡ് നമ്പർ ഈവൻ നമ്പർ 2. ഈവൻ നമ്പർ ആണെങ്കിൽ അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യണം. 2 - 1 4 - 1 6 - 1. 6ന്റെ ഇമേജ് 5. ഇത് നമുക്ക് വളരെ ക്ലിയർ ആണ്. ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജ് ആണ്. 1ന്റെ ഇമേജ് 2, 2ന്റെ 1 3 4 4 3. ഡിഫറെന്റ് വന്നാൽ ഇതൊരു 1 1 ഫംഗ്ഷൻ ആണ്. ഇൻജെക്റ്റീവ് എന്ന് പറയും. ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. സിമിലർലി ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് 1 2 3 4 5 6 വന്നിട്ടുണ്ട്. ഇമേജ് ഈ ആരോ വന്ന് വീണേക്കുന്നതാണ് ഇമേജ്. അതും കോഡൊമൈനും സെയിം സെറ്റ് തന്നെയാണ്. ഇതെല്ലാം ഇമേജ് ആവുന്നുണ്ട്. ഇവിടെ ഒന്നും ബാലൻസ് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫുൾ സെറ്റ് തന്നെ ഇമേജ് സെറ്റ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓൺ ടു എന്ന്
സർജക്റ്റീവ് ആണ്. സർജക്റ്റീവ്. അപ്പൊ ഇൻജക്റ്റീവും സബ്ജക്റ്റീവുമായിട്ടുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ബൈജക്റ്റീവ് എന്ന് പറയുന്നത്. ബൈജക്റ്റീവ്. ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. f from n to n, f of x is equal to x plus 1 by 2 x odd, x by 2 x even. ഈ ഫംഗ്ഷൻ 1 1 കൊണ്ട് ആണോ ബൈജക്റ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കണം. ഫോർ ദാറ്റ് n to n, ഡൊമെയ്ൻ കോഡൊമെയ്ൻ 1 2 3 4 5, 1 2 3 4 5 എക്സെട്ര. ഇങ്ങോട്ട് നമ്പേഴ്സ് ഉണ്ട്. നമുക്കൊരു ഐഡിയ കിട്ടിയാൽ മതി. അതിൽ നമുക്ക് 2 മാർക്സ് വളരെ സിമ്പിൾ ആയിട്ട് നേടാൻ പറ്റും. എക്സ് ഓഡ് ആണെങ്കിൽ അതിന്റെ കൂടെ 1 ആഡ് ചെയ്ത് ബൈ 2 വേണം. അപ്പൊ 1 ആണെങ്കിൽ 1 ന്റെ കൂടെ 1 ആഡ് ചെയ്യണം. 2 by 2 is 1. 1 ന്റെ ഇമേജ് 1 ആണ്. എക്സ് അടുത്ത ഓഡ് നമ്പർ 3 ന്റെ കൂടെ 1 ആഡ് ചെയ്യണം. 3 plus 1 4 4 by 2 4 by 2 2 5 5 plus 1 6 6 by 2 6 by 2 3. Again even number 2 ഒരു even number ആണ്. 2 by 2 2 ന്റെ ഇമേജ് 1. 4 by 2 2. 6 ഉണ്ടെങ്കിൽ 6 by 2 3. ഇവിടെ നോക്കിക്കേ, മുമ്പത്തെ പോലെയാണോ? രണ്ടു പേർക്ക് ഒരു ഇമേജ് വന്നിരിക്കുന്നു. അതിനെയാണ് നമ്മൾ മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു മെനി വൺ ആണ്. പലർക്ക് ഒരു ഫംഗ്ഷൻ, മെനി വൺ ഫംഗ്ഷൻ. ഓർക്കാൻ എളുപ്പമാണ്. 1 1 എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ബ്രഷ് പോലെ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് ഡിഫറെന്റ് ബ്രഷ് ആയിരിക്കും ഉള്ളത്. എന്നാൽ പേസ്റ്റ് പോലെയാണ് മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്താ, കുറെ പേർക്ക് വീട്ടിലുള്ളവർക്ക് പലർക്കും ചേർന്ന് ഒരു ബ്രഷ്, ഒരു പേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് 1 1 ഉം മെനി വണ്ണും നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പമാർഗം എന്ന് പറയുന്നത്, മെനി വൺ ഫംഗ്ഷൻ. ഇനി ഇത് ഓൺ ടു ആണോ? ഇവിടെ എല്ലാം ഫുൾഫിൽ ആവുന്നുണ്ടോ എന്ന് നോക്കണം. 1 ഇമേജ് ആവുന്നുണ്ട്, 2 ഇമേജ് ആവുന്നുണ്ട്, 3 ഇമേജ് ആകുന്നുണ്ട്. ഇനി 4 ഇമേജ് ആകും. ഇതിന്റെയൊക്കെയാ 7ന്റെ 8ന്റെ ഇമേജ് ആയിരിക്കും 4, 9ന്റെ 10ന്റെ ഇമേജ് ആയിരിക്കും 5. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഫുൾഫിൽ ആവുന്നുണ്ട്. സെക്കൻഡ് സെറ്റ് ഫുൾഫിൽ ആവുന്നുണ്ട്. സെക്കൻഡ് സെറ്റിൽ ആരും ബാലൻസ് ഇല്ലെങ്കിൽ അതൊരു ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. ഓൺ ടു ഫംഗ്ഷൻ. ഇതൊരു സർജക്റ്റീവ് മാത്രമായിട്ടുള്ള ഫംഗ്ഷൻ ആണ്. നോട്ട് ആൻ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഇൻജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇത് രണ്ടുകൂടെ ആണെങ്കിലും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ? ബൈജക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് നോട്ട് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. x is equal to f from r to r, g from r to r. f of x is equal to 8x cube, g of x is equal to x raised to 1 by 3. Find out f composition g of x. ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് f of g എന്ന് മാർക്ക് ചെയ്യാം. f of g. f of x is 8x cube, f of g is 8g cube. ആ x ന്റെ പ്ലേസിലോട്ട് g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി g ഫംഗ്ഷൻ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. 8x raised to 1 by 3 the whole cube. ഇവിടെ ഈ 3 ക്യാൻസൽ ആവും. ഇത് 1 by 3, ഇത് 3 ആണ്. ഇൻറ്റു ആവും. a raised to n raised to n ഇൻറ്റു ആവുമ്പോൾ ക്യാൻസൽ ആവും. സോ 8x. Similarly, g composition f of x is equal to g of f. G of f is g of x raised to 1 by 3. G of f is f raised to 1 by 3. f is 8x cube. 8x cube raised to 1 by 3. f അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്. 8 ന്റെ ക്യൂബ് റൂട്ട് 2, x ക്യൂബിന്റെ ക്യൂബ് റൂട്ട് x 2x. ഇത് നമുക്ക് മനസ്സിലാക്കാം. f composition g not is equal to g composition f. f is a function from r to r. f of x is equal to a minus x raised to n whole raised to 1 by n. We have to calculate f composition f of x. Defined by f of f. f of x is a minus x raised to n raised to 1 by n. Therefore f of f is a minus f raised to n raised to 1 by n. a minus f നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. f ഏതാ? a minus x raised to n raised to 1 by n. a minus x raised to n raised to 1 by n. അതാണ് f. ഇത്ര f നമ്മൾ എഴുതി മൈനസ് എഴുതി f എഴുതി. ഇനി ഈ റേസ് ടു n എഴുതണം. ഈ n അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് പലർക്കും തെറ്റ്
സംഭവിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ അഗെയിൻ ഈ 1/n ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എഫ് എഴുതി പിന്നെ n എഴുതണം, 1/n എഴുതണം. സോ ഇവിടെ n ഉം n ക്യാൻസൽ ആയി പോകും, ഈ രണ്ട് n ക്യാൻസൽ ആയി പോകും. സോ പിന്നെ ബാലൻസ് ഉള്ളത് a മൈനസ് a മൈനസ് 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 പ്ലസ് എക്സ് റേസ്ഡ് n ഹോൾ റേസ്ഡ് 1/n. a and minus a get cancelled. X raised to n raised to 1/n is equal to x. So f composition f of x is equal to x. ഇങ്ങനെയുള്ള ഫംഗ്ഷനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ എഫ് ഇൻവേഴ്സ് നിങ്ങളോട് ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും, ഈ ക്വസ്റ്റ്യനിലെ ഫംഗ്ഷൻ തന്നെയായിരിക്കും അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനുമായിട്ട് കോമ്പസിറ്റ് ചെയ്യുമ്പോൾ എക്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സിന് എക്സ് ഇമേജ് കിട്ടിയ ഐഡന്റിറ്റി കിട്ടുകയാണെങ്കിൽ ആ ഫംഗ്ഷന്റെ ഇൻവേഴ്സും അത് തന്നെ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് ചോദിച്ചാൽ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ തന്നെ, ക്വസ്റ്റ്യനിലെ ഫംഗ്ഷൻ തന്നെ അങ്ങ് എഴുതിയാൽ മതി. ഇപ്പൊ 2 3 മാർക്ക് നമുക്ക് f of x is equal to 3x plus 4 by 5x minus 7. Find its inverse. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇൻവേഴ്സ് എന്താണെന്ന് ചോദിക്കാം. ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് കൂട്ടുക. ഇതിനകത്ത് ടോപ്പിക്സ് പെട്ടെന്ന് പറഞ്ഞു പോകും. +2 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ക്ലാസ് ആണ്. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. y is equal to എന്ന് എടുക്കുക. f of x നെ y is equal to എന്ന് എടുക്കുക. ഇൻവേഴ്സ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും f of x നെ y is equal to എന്ന് എടുക്കണം. എന്നിട്ട് ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. അങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് x y യും രണ്ടും രണ്ട് സൈഡിലാക്കാൻ ശ്രമിക്കണം. is equal to രണ്ട് സൈഡിലാക്കാൻ ശ്രമിക്കണം. ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ 5xy minus 7y is equal to 3x plus 4. 5xy x ഒരേ സൈഡിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. മൈനസ് 3x is equal to 7y മൈനസ് 7y അപ്പുറത്തെ സൈഡിൽ പോകും, പ്ലസ് 4. Taking x outside, x into 5y minus 3 is equal to 7y plus 4. x is equal to, നമ്മുടെ x ആണ് ആൻസർ. x is equal to 7y plus 4 divided by 5y minus 3 is equal to, ഇതാണ് ഇൻവേഴ്സ്. f ഇൻവേഴ്സ് ഓഫ് y എന്ന് എഴുതിയാൽ മതി. x ൽ വേണമെങ്കിലും എഴുതാം, അതിങ്ങനെ എഴുതിയാൽ മതി. നിങ്ങൾ വളരെ പെട്ടെന്ന് x is equal to കിട്ടുന്നത്. y is equal to എന്ന് എടുക്കുക. തന്നിരിക്കുന്ന ഫംഗ്ഷനെ അത് x ലായിരിക്കും. അതിൽ നിന്നും x is equal to എന്നും പറഞ്ഞ് y ൽ ഒരു ഫംഗ്ഷൻ കിട്ടും. അതിൽ y മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ വേരിയബിൾസ് ഒന്നും വരാൻ പാടില്ല. സോ f ഇൻവേഴ്സ് ഓഫ് y വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻവേഴ്സ്. എക്സാമിന് ഉറപ്പായിട്ടും ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്നും ടാൻ ഇൻവേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ടുള്ളത്. ടാൻ ഇൻവേഴ്സ് 2/11 പ്ലസ് ടാൻ ഇൻവേഴ്സ് 7/24 is equal to ടാൻ ഇൻവേഴ്സ് ആണ്. വളരെ പെട്ടെന്ന് എല്ലാവർക്കും സ്കോർ ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് ആണ്. അതിന്റെ ഫോർമുല ഇതാണ്: ടാൻ ഇൻവേഴ്സ് x ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫോർമുല എന്താണ്? ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y. ടാൻ ഇൻവേഴ്സ് x പ്ലസ് y, ഈ x ഉം y യോട് ആഡ് ചെയ്യുക, ബൈ 1 മൈനസ്, ഇവിടെ പ്ലസ് ആണ് ഇവിടെ മൈനസ്, x into y, ഇവിടെ ആഡ് ചെയ്യുക, ഇവിടെ ഇൻറ്റു ചെയ്യുക, 1 മൈനസ്, മുകളിൽ പ്ലസ് താഴെ മൈനസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 3 മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കേസ് ആണ്. LHS is equal to tan inverse 2/11 plus tan inverse 7/24. That is equal to tan inverse, ഈ രണ്ട് നമ്പർ ആഡ് ചെയ്യുക, ബൈ 1 മൈനസ് എഴുതിയിട്ട് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് അവസാനിക്കും. That is equal to tan inverse 2 into 24 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. 2 into 24 48 പ്ലസ് 7 into 11 77 ഡിവൈഡഡ് ബൈ 11 into 24 അങ്ങനെ തന്നെ എഴുതിയാലും മതി. 254 വരും, അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ, ഇവിടെ സംഭവിക്കുന്നത് 11 into 24 ഇവിടെ വരും. 11 into 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 264 ആണ്, 54 അല്ല 64. അതിന്റെ ഷോർട്ട് കട്ട് ഇതാണ്: ഒരു നമ്പറിനെ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ 2ഉം 4ഉം എഴുതിയിട്ട് 2ഉം 4ഉം ആഡ് ചെയ്ത് സെന്ററിലോട്ട് അങ്ങ് എഴുതിയാൽ മതി. വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. 264 മൈനസ് 14 ഡിവൈഡഡ് ബൈ 11 into 24. ഇത് ക്രോസ് ചെയ്യണം ഇങ്ങോട്ട്, മൈനസ് ഇത് ഇൻറ്റു ചെയ്ത് ഹോൾ ഡിവൈഡ് ബൈ 11 into 24.
ഇവിടെ ഹോൾ ഡിവൈഡ് ബൈ 11 × 24 രണ്ടിടത്തുണ്ട്, അത് ക്യാൻസൽ ആയി പോകും. പിന്നെ ബാലൻസ് ഉള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 48 ഉം 77 ഉം അപ്പൊ എത്ര വരും? 125 ഡിവൈഡഡ് ബൈ 264 minus 40 250. So answer is simply tan inverse 1 by sin inverse 8 by 17 plus sin inverse 3 by 5 is equal to tan inverse 77 by 36. 3 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ. സൈൻ ഇൻവേഴ്സ് ആണ് LHS, മുമ്പ് ടാൻ ഇൻവേഴ്സ് ആയിരുന്നു. അതെന്ത് ചെയ്യും നമ്മൾ? അത് ആലോചിക്കുക. സൈൻ ഇൻവേഴ്സിനെ എങ്ങനെ ടാൻ ഇൻവേഴ്സിലോട്ട് മാറ്റാം? ഇതാണ് നമ്മുടെ LHS. ആ LHSലേക്ക് സൈൻ ഇൻവേഴ്സ് ഉണ്ട്, ആ സൈൻ ഇൻവേഴ്സിനെ നമ്മൾ ടാൻ ഇൻവേഴ്സിലോട്ട് മാറ്റി കൊടുത്താൽ ആൻസർ കിട്ടും. അപ്പൊ ഇതേ ഫോർമുല തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് എന്റെ എളുപ്പമാർഗം. അതിനുവേണ്ടി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുന്നു. സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് 8, ഹൈപ്പോട്ടന്യൂസ് 17. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് 17² - 8² എടുക്കുമ്പോൾ 225 വരും, അതായത് 15 ആയിരിക്കും അതിന്റെ ബേസ്. ഇവിടെയാണ് നമ്മൾ ആംഗിൾ നോട്ട് ചെയ്യുന്നത്. ഈ ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് 3, ഹൈപ്പോട്ടന്യൂസ് 5. സോ അഡ്ജസന്റ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് എത്രയായിരിക്കും? 25 - 9 16 വരും. സോ റൂട്ട് എടുക്കുമ്പോൾ 4. പൈതഗോറസ് തിയറം ഉപയോഗിച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ഇത് കാണാതെ പഠിച്ചൊക്കെ വെക്കാൻ പറ്റും. കുറെ ട്രയാംഗിൾ പഠിച്ചാൽ മതി, റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ. സോ ടാൻ ഇൻവേഴ്സിലോട്ട് ഈ ക്വസ്റ്റ്യനെ കൺവേർട്ട് ചെയ്യണം. ഈ LHSനെ ടാൻ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് 8 by 17 എന്നുള്ളത് ടാൻ ഇൻവേഴ്സ് പറയുമ്പോൾ എന്താവും? ഇത് സൈൻ ഇൻവേഴ്സ് ആണ്, ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്. ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ടാൻ എന്ന് പറഞ്ഞാൽ O by A ആണ്. O by A എന്ന് പറഞ്ഞാൽ തനിക്ക് ഒന്നും അറിയത്തില്ല എന്ന് ഓർത്ത് വെച്ചാലും മതി. തനിക്ക് ഒന്നും അറിയത്തില്ല. ഓപ്പോസിറ്റ് അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ഈസ് 8, അഡ്ജസന്റ് ഈസ് 15. വീണ്ടും തനിക്കൊന്നും അറിയത്തില്ല എന്ന് എങ്ങനെ പറയാം? ടാൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് ഈ ആംഗിളിന്റെയാണ് നോക്കേണ്ടത്, ഓപ്പോസിറ്റ് അഡ്ജസന്റ്. അപ്പൊ LHS സെറ്റ് ആയി, ടാൻ ഇൻവേഴ്സിലായി. നമ്മുടെ ഫോർമുല എന്താ? ടാൻ ഇൻവേഴ്സ് x plus ടാൻ ഇൻവേഴ്സ് y is ടാൻ ഇൻവേഴ്സ് x plus y by 1 minus xy. Therefore here ടാൻ ഇൻവേഴ്സ് 8 by 15 plus 3 by 4 divided by 1 minus 8 by 15 into 3 by 4. That is equal to tan inverse. Similarly, നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ചെയ്താൽ 8 into 4 32 plus 45 divided by 60. 15 into 4 divided by ഇവിടെ 60 വരും. 60 minus 24 3 into 8 divided by 60. Again 60 and 60 get cancelled. Tan inverse 32 45 70 77 അല്ലേ? 4 to 3 77. ഇതൊക്കെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെ സിമ്പിൾ ആണ്. 40 30 70 5 2 7 77. 60 - 24 പെട്ടെന്ന് പറയൂ. 60 - 24 എന്ന് പറയുമ്പോൾ 24 30. പിന്നെ ഉള്ളത് 30 36. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ടാൻ ഇൻവേഴ്സ് 77 by 36 our answer. അതാണ് പറഞ്ഞത്. വളരെ പെട്ടെന്ന് കിട്ടുന്ന 3 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ബോർഡ് എക്സാമിന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രിഗണോമെട്രിയിലെ മറ്റൊരു ക്വസ്റ്റ്യൻ, 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. ടാൻ ഇൻവേഴ്സ് cos x minus sin x by cos x plus sin x. ഇത് സിംപ്ലിഫൈ എന്നായിരിക്കും വരുന്നത്. ഇതിന് LHS RHS തരില്ല. സിംപ്ലിഫൈ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് is equal to tan inverse. ടാൻ ഇൻവേഴ്സിന് ശേഷം നിങ്ങൾ എങ്ങനെയെങ്കിലും ടാൻ കൊണ്ടുവരാൻ ശ്രമിക്കണം. സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ അതിന് ശേഷം സൈൻ, കോട്ട് ഇൻവേഴ്സ് ആണെങ്കിൽ കോട്ട് കൊണ്ടുവരണം. ക്യാൻസൽ ആയി പോകും. എന്തിനാ അങ്ങനെ കൊണ്ടുവരുന്നത്? ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അതിനാണ് അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്നത്. അതിന് കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. cos x minus sin x by cos x plus sin x. ഇങ്ങനെ രണ്ട് കോസും രണ്ട് സൈനും പ്ലസ് മൈനസിൽ ഡിവിഷൻ വന്നാൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഇതിനെ എല്ലാത്തിനെയും കോസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. കോസിനെ കോസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ 1, പ്രത്യേകം ഓർത്തോളം കോസ് വെച്ച്, മൈനസ് സൈനിനെ കോസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ tan sin by cos. കോസിനെ കോസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ 1 പ്ലസ് സൈനിനെ കോസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ tan. 1 minus tan 1 plus tan. ഇതങ്ങ് ഓർത്ത് മെമ്മറൈസ് ചെയ്ത് വെച്ചോണം. 1 minus tan 1 plus tan. That is equal to tan inverse
1 മൈനസ് ടാൻ ബൈ 1 പ്ലസ് ടാൻ ഞാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരാം, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അത് എപ്പോഴും ടാൻ പൈ ബൈ 4 മൈനസ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ മൈനസ് എക്സ് ആയിരിക്കും. അതേ സമയത്ത് പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് എഴുതണം. മുകളിൽ മൈനസ് ആണെങ്കിൽ മൈനസ്, മുകളിൽ ന്യൂമറേറ്ററിൽ പ്ലസ് ആണെങ്കിൽ പ്ലസ് എഴുതിക്കണം. സോ ഇത് ക്യാൻസൽ ആയി പോകും. ടാൻ ഇൻവേഴ്സ് ടാൻ ക്യാൻസൽ ആകും, ബാക്കി തീറ്റയേ ഉള്ളൂ. പൈ ബൈ 4 മൈനസ് എക്സ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഡിഫറൻസിയേഷനിൽ ചോദിക്കാം. ഇതിന്റെ d by dx of tan inverse cos x minus sin x by cos x plus sin x. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേ സ്റ്റെപ്പുകൾ തന്നെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് d by dx of pi by 4. അത് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ട്രിഗണോമെട്രിക് ഇൻവേഴ്സ് സിംപ്ലിഫൈഡ് ആക്കിയിട്ട് ഡിഫറൻസിയേഷനിലോട്ടോ ഇന്റഗ്രേഷനിലോട്ടോ പോകാൻ പാടുള്ളൂ. So d by dx of pi by 4 minus x. Pi by 4 ന്റെ ഡെറിവേറ്റീവ് എത്രയാ? അതൊരു കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് x ന്റെ ഡെറിവേറ്റീവ് 1. So simply it is -1. ഇതൊരു എൻട്രൻസ് എക്സാമിനാണെങ്കിൽ ഞാൻ ഇത്രയും സ്റ്റെപ്പ് ഒന്നും പറയത്തില്ല, ജസ്റ്റ് ഒറ്റ സെക്കൻഡിൽ നമുക്ക് ആൻസർ പറയാം. അതായത് ടാൻ ഇൻവേഴ്സ് ഈ ഒരു ഫോർമാറ്റിന്റെ ഡെറിവേറ്റീവ് ചോദിച്ചാൽ ഇവിടുത്തെ സൈൻ എന്താന്ന് നോക്കണം, മൈനസ്, അതിന്റെ കൂടെ 1 പറഞ്ഞാൽ മതി, -1. അതേ സമയത്ത് ഇവിടെ പ്ലസ് ആണെങ്കിൽ d by dx of എൻട്രൻസിന്റെ കേസ് ആണ് പറയുന്നത്. സ്കൂളിലെ പരീക്ഷയ്ക്ക് 1 മാർക്കിന് വന്നാൽ നിങ്ങൾക്ക് വേണം എങ്ങനെ ചെയ്യാം, cos x plus sin x divided by cos x minus sin x ആണെങ്കിൽ ഒറ്റ സെക്കൻഡിൽ ആൻസർ. എൻട്രൻസ് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്, ഒറ്റ സെക്കൻഡിൽ 2 സെക്കൻഡിൽ ആൻസർ ചെയ്യുന്ന കേസ് നോക്കുമ്പോൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ +1 എന്ന് എഴുതിയാൽ മതി ആൻസർ. സിംപ്ലിഫിക്കേഷൻ പറയുമ്പോൾ ഇവിടെ ഒരു ട്രിഗണോമെട്രി ആയിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. ഇവിടെ പക്ഷേ ട്രിഗണോമെട്രിക് അല്ല. അപ്പൊ ഇതിനെ ട്രിഗണോമെട്രിക് ആക്കണം. എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എക്സിന് നോർമലി നമ്മൾ ടാൻ എന്നോ കോട്ടെന്നോ ഒക്കെ ആയിരിക്കും. ടാൻ ഇൻവേഴ്സിന് ശേഷം നമ്മൾ ടാൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ടാൻ ഇൻവേഴ്സിന് ശേഷം നമുക്ക് ടാൻ ആണ് കിട്ടേണ്ടത്. അങ്ങനെ ടാൻ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമുല കഴിഞ്ഞ +1 നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ടാനിനെ നോക്കണം, ക്യൂബും സ്ക്വയറും ഒക്കെ ഉള്ളത് അല്ലേ? 3 tan theta minus tan cube theta by 1 minus 3 tan square theta. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ a എന്ന് പറയുന്ന ഇവിടെ 1-നൊക്കെ പോലെ a കയറി വന്നിട്ടുണ്ട്. അങ്ങനെ a കയറി വരികയും ടാനിന് ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഉള്ള സാഹചര്യത്തിൽ നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് a tan theta ആയിരിക്കും. ഇവിടെ ഇല്ലെങ്കിലോ 1 ആണെങ്കിൽ വെറും tan theta കൊടുത്താൽ മതി. ഇവിടെ അതിന് പകരം 4ഉം ഇവിടെ 8ഉം ആണെങ്കിൽ നിങ്ങൾ 2 tan theta കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ x-ന്റെ കൂടെ എന്താ വരുന്നത് നോക്കണം. 3 ഉണ്ടെങ്കിൽ 1 tan theta കൊടുത്താൽ മതി. ഇവിടെ 4 ആണെങ്കിൽ അതായത് 2 സ്ക്വയർ ആണെങ്കിൽ 2 tan theta കൊടുക്കണം. a സ്ക്വയർ ആണെങ്കിൽ a tan theta കൊടുക്കണം. സോ tan ഇൻവേഴ്സ് 3a സ്ക്വയർ a tan theta minus a ക്യൂബ് tan cube theta divided by a cube minus 3a square tan square theta. So tan inverse a cube, ഇവിടെ a cube ഉണ്ട്, a cube കോമൺ എടുക്കും. അതായത് ഇവിടെ അധികമായിട്ട് നമ്മുടെ ആ ഫോർമുലയിൽ കയറി വന്ന a സ്ക്വയർ, ഞാൻ പറഞ്ഞല്ലോ ഈ a നമ്മുടെ ഫോർമുല കഴിഞ്ഞ വർഷം പഠിച്ച ഫോർമുലയ്ക്കകത്ത് അധികമായിട്ട് കയറി വന്നാണ്. അവനെ നമ്മൾ നൈസായിട്ട് ഒഴിവാക്കും. അതിനു വേണ്ടി കോമൺ എടുത്ത് a ക്യൂബ്. ഇവിടുന്ന് a ക്യൂബ് കോമൺ എടുക്കുന്നു. a ക്യൂബ് ഇൻറ്റു 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. കണ്ടോ, രണ്ട് ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്നും a ക്യൂബ് കോമൺ എടുത്ത് ക്യാൻസൽ ആകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫോർമുലയായി 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. അതിന്റെ ഫോർമുല ഏതാ? ടാൻ ഇൻവേഴ്സിന് ശേഷം ഏതായാലും ടാനേ വരത്തുള്ളൂ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ടാൻ 3 തീറ്റ 2 തീറ്റ 1 തീറ്റ എന്നൊക്കെ ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. എന്തായിരിക്കും ഇവിടെ വരുന്നത്? ക്വസ്റ്റ്യൻ ഇല്ല. അതായത് ഈ പോർഷനിൽ കൂടുതലും 3 ഒക്കെ ഉണ്ടെങ്കിൽ അത് 3 തീറ്റ ആയിരിക്കും. 2 മാത്രമേ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 തീറ്റ എന്ന് എഴുതിക്കും. ഇത്ര അതൊക്കെയാണ് അതിന്റെ ചെറിയ ചെറിയ ടെക്നിക്സ്. സോ 3 തീറ്റ is equal to 3 തീറ്റ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. a tan theta x. So tan theta is x by a. നമുക്ക് തീറ്റയാണ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് തീറ്റയാണല്ലോ വേണ്ടത്. Theta is equal to tan inverse x by a. Very simple. So here 3 tan inverse x by a. 3 tan inverse x by a. ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഇതിന്റെ d by dx എന്നാണെന്ന് ചോദിച്ചാൽ d by dx of tan inverse ഈ കേസ് 3a square minus x minus
3a square x minus x cube by a cube minus 3ax square എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഡെറിവേറ്റീവ് ചോദിച്ചാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ഇത്തരം ക്വസ്റ്റ്യൻ ഏത് വന്നാലും അത് സിംപ്ലിഫൈ ചെയ്തിട്ട് സിമ്പിൾ ആയതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ മതി. 3 tan inverse x by a. 3 കോൺസ്റ്റന്റ് ആണ്. tan ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് എത്ര? 1 by 1 plus 3 tan inverse. 3 കോൺസ്റ്റന്റ് tan ഇൻവേഴ്സിന്റെ ചെയിൻ റൂൾ ആണ്. 1 by 1 plus ഇതിന്റെ സ്ക്വയർ x by a യുടെ സ്ക്വയർ. ചെയിൻ റൂൾ ആയതുകൊണ്ട് tan ഇൻവേഴ്സിനെ മാത്രം എഴുതിയാൽ പോരാ, x by a യുടെ ഡെറിവേറ്റീവ് കൂടെ പറയണം. x by a യുടെ ഡെറിവേറ്റീവ് എത്രയാ? x ആണെങ്കിൽ 1, 2x ആണെങ്കിൽ 2, ax ആണെങ്കിൽ a, x by a ആണെങ്കിൽ 1 by a. ആ x ന്റെ കൂടെ ഉള്ള നമ്പർ ആയിരിക്കും x by a യുടെ ഡെറിവേറ്റീവ്. സോ ഇതായിരിക്കും ഇതിന്റെ ഡെറിവേറ്റീവ്.